ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ രാജാസ് ആയുർവേദിക് ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, എടപ്പാൾ, ഏഴൂർ റോഡ്, തിരൂർ. നമസ്കാരം. ആയുർവേദം ശീലമാക്കൂ, ആയുസ്സിനെ സംരക്ഷിക്കൂ. ആയുഷ്കാലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് രാജാസ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരായ ഡോക്ടർ അരുൺ രാജും അതുപോലെ ഡോക്ടർ കാർത്തികയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഇന്ന് നമ്മൾ പ്രേക്ഷകർക്കായിട്ട് പങ്കുവയ്ക്കുന്നത് നടുവേദനയെക്കുറിച്ചാണ്. നടുവേദനയെക്കുറിച്ചുള്ള നമ്മുടെ രോഗികളുടെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലേ ഡോക്ടർ? അപ്പോൾ ഇന്ന് പല ആളുകൾക്കും ഈ ഒരു അസുഖം വന്നു തുടങ്ങിയിട്ടുണ്ട്. മുൻപേ ഉണ്ട്, പക്ഷേ ഇപ്പം കുറച്ച് കൂടുതലായിട്ട് ഈ നടുവേദന എന്ന് പറയുന്നത് ഒരുപാട് രോഗികൾക്ക് പ്രായഭേദം ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ നടുവേദന എന്ന് പറയുന്നത്? ശരിക്കും ഒരു രോഗലക്ഷണമാണെന്ന് തന്നെ പറയാം. എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ? അതൊരു രോഗലക്ഷണം തന്നെയാണ്. കാരണം പല അസുഖങ്ങളുടെയും ഒരു പുറത്തോട്ട് കാണുന്ന ഒരു രൂപം എന്ന് പറയുന്നത് ഈ നടുവേദനയായിരിക്കും. അതിനകത്ത് നമുക്ക് ഇൻ്റർവെർട്ടൽ ഡിസ്ക് പ്രൊലാപ്സ്, ഡിസ്ക് തള്ളിച്ച എന്നൊക്കെ നമ്മുടെ നോർമലായിട്ടുള്ള ലാംഗ്വേജിൽ നമ്മുടെ നാട്ടിൽ പറയുന്ന ഡിസ്ക് തള്ളിച്ച, പിന്നെ ഡിസ്ക് ഡിജനറേഷൻ മീൻസ് അതിൻ്റെ ബലക്ഷയം വരുന്നത്, പിന്നെ നീർക്കെട്ടുകൾക്ക് പല പല കാരണങ്ങളുണ്ട്. സന്ധിവാതം മുതൽ ആമവാദം മുതൽ അത്തരത്തിലുള്ള കണ്ടീഷൻസ്, പിന്നെ നമ്മുടെ ഗൗട്ട് എന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡ് കൂടിയിട്ട് വരുന്ന കണ്ടീഷൻസ്, സ്റ്റൊമക്കിൻ്റെ പല പല കണ്ടീഷൻസ്, അതായത് ഉദരസംബന്ധമായിട്ടുള്ള പല അസുഖങ്ങളുടെയും പുറത്തോട്ട് കാണുന്ന ഒരു ലക്ഷണം ഈ ബാക്ക് പെയിൻ ആണ്. പിന്നെ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ യൂട്രസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അതായത് യൂട്രസിലുള്ള മുഴകൾ, ഈവൻ ക്യാൻസർ വരെ അതിൻ്റെ ലക്ഷണം ഈ നടുവേദനയാണ്. ചില കിഡ്നി സ്റ്റോണുകളുടെ ലക്ഷണങ്ങൾ ഈ നടുവേദനയാണ്. പിന്നെ ചില പ്രോസ്റ്റേറ്റ് ക്യാൻസറുകളുടെ, അത് പിന്നെ അതിൻ്റെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആണെങ്കിലും ശരി, പിന്നെ അതിൻ്റെ ക്യാൻസർ എന്നുള്ള കണ്ടീഷൻ ആയാലും ശരി, അന്നേരം നമുക്ക് കാണിക്കുന്നത് ബാക്ക് പെയിൻ ആണ്. മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അന്നേരം കാണിക്കുന്നത് ഈ ബാക്ക് പെയിൻ ആണ്. പിന്നെ നമുക്കെല്ലാവർക്കും എങ്ങനെ നമ്മളിത് മനസ്സിലാക്കും എന്നുള്ളതാണ്, എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുന്നുള്ളത്. അത് നമ്മൾ അതുകൊണ്ട് ബാക്ക് പെയിൻ്റെ ആദ്യമേ പറയട്ടെ, സ്വയം ചികിത്സ നമ്മൾ ബാക്ക് പെയിനിന് ചെയ്യാൻ പാടില്ല. അതായത് സ്വയമായിട്ട് ഒരു ബാക്ക് പെയിൻ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ അടുത്ത്, അതിപ്പോൾ ശാസ്ത്രം ഏതായിക്കോട്ടെ, ആയുർവേദം ആയിക്കോട്ടെ, അലോപ്പതി ആയിക്കോട്ടെ, ഹോമിയോപ്പതി ആയിക്കോട്ടെ, ഏതായാലും കുഴപ്പമില്ല. അത് ഏത് വിഭാഗത്തിലാണെങ്കിലും അത് ആ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറെ ആദ്യം കാണുക. വ്യാജന്മാരുടെ അടുത്ത് നിങ്ങൾ പോവാതിരിക്കുക. കാരണം എൻ്റെ അടുത്ത് ഇവിടെ വരുന്ന രോഗികളിൽ പലരും ഈ വ്യാജന്മാരെ പോലെ ആളുകളുടെ അടുത്ത് പോയിട്ട് അസുഖം കുളമാക്കിയിട്ട്, കാരണം അവർക്ക് ഇത് എല്ലാത്തിലും ഒറ്റ അസുഖമാണ്, അപ്പോൾ കുളമായിട്ട് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. ഈവൻ ലിവറിൻ്റെ, ഇപ്പോൾ നമുക്കിപ്പോൾ ലാസ്റ്റ് വന്നൊരു കേസിനകത്ത് നമുക്ക് തന്നെ അത് വിഷമം തോന്നിയൊരു കേസാണ്. 32 വയസ്സുള്ള ഒരു പയ്യനാണ്. ബാക്ക് പെയിൻ ആണ് സിംറ്റം. അതിൻ്റെ ശരിക്കുള്ള ഡയഗ്നോസിസിൽ നമ്മൾ എത്തിച്ചെന്നപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞത് ലിവർ ക്യാൻസറാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് അത്തരത്തിലുള്ള കണ്ടീഷനിൽ അവർ ആദ്യം പോയിട്ടുള്ളത് 2-3 വ്യാജ ഡോക്ടർമാരെടുത്താണ് പോയിട്ടുണ്ടായിരുന്നത്. ഡോക്ടർമാരല്ല, വ്യാജ വൈദ്യന്മാരെടുത്താണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ പിന്നെ തിരിഞ്ഞ് നമുക്ക് ആ ഡോക്ടർമാരുടെ എത്തുമ്പോഴത്തേനും നേരം വൈകുകയാണ്. അപ്പോൾ അത് യഥാർത്ഥ ചികിത്സ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ബാക്ക് പെയിനും നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഡോക്ടർ, ഈ തുടക്കത്തിൽ ഇത് നടുവേദന പറയുന്ന ചെറിയ ചെറിയ വേദനകളായിരിക്കും, പിന്നീട് അത് കൂടി വരും. അപ്പം അത് കൃത്യസമയത്ത് കണ്ടെത്തുക എന്നുള്ളത് എന്തുകൊണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയല്ലേ? തീർച്ചയായും നമുക്കത് കണ്ടെത്തൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എന്താണ് റീസൺ, എന്തുകൊണ്ടാണ് ആ ബാക്ക് പെയിൻ വരുന്നത്, ആ ബാക്ക് പെയിൻ്റെ റീസൺ കണ്ടെത്തി അത് പെട്ടെന്ന് തന്നെ കണ്ടെത്തി ആ റീസണെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആയുർവേദം. അതായത് നമ്മുടെ എന്താണോ അതിൻ്റെ മീൻസ് റീസൺ, ആ റീസണെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളൊരു സിദ്ധാന്തം. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആയുർവേദത്തിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. കാരണം നമ്മുടെ അടുത്ത് വരുന്ന കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പല ഡോക്ടർമാരുടെ അടുത്തും പോയിട്ട് പിന്നെ നമ്മുടെ അടുത്ത് എത്തുന്ന കേസുകളാണ് കൂടുതലുള്ളത്, മാറാഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വരുന്ന കേസുകളാണ് കൂടുതലുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് റിസൾട്ട് കൊടുക്കാൻ കാരണം നമ്മൾ ആ കാരണത്തെ കണ്ടെത്തി ചികിത്സിക്കുന്ന കാരണമാണ്. ഇപ്പോൾ ഡിസ്ക് പ്രൊലാപ്സ് ആണെങ്കിൽ നമ്മൾ ആ പ്രൊലാപ്സിൻ്റെ റീസൺ ഉണ്ട്, അതിൻ്റെ ഡിജനറേഷൻ ആയിരിക്കാം, എല്ലിന് ബലം കുറഞ്ഞതായിരിക്കാം. ആ ബലം കുറഞ്ഞിട്ട് വന്ന കണ്ടീഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം.
ചിലപ്പോൾ ആളുടെ ഇൻഡൈജഷൻ കംപ്ലൈൻ്റ് ആയിരിക്കാം. കാരണം പിന്നെ പ്രോപ്പറായിട്ട് ഭക്ഷണം ദഹിച്ച് അതിൻ്റെ നല്ല ഗുണങ്ങൾ ശരീരത്തിൽ കിട്ടാതെ, അതായത് പോഷണം കിട്ടാതെ വന്നിട്ട് പതുക്കെ എല്ലുകൾക്ക് ബലം കുറഞ്ഞ് അങ്ങനെ ഡിസ്കിന് ബാധിക്കുന്ന കണ്ടീഷൻസ് ഉണ്ട്. അത് കുറേ അങ്ങനത്തെ കേസസ് നമുക്ക് വരുന്നുണ്ട്, ധാരാളം കേസസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിന് അത്ഭുതമാകും. ഒരു 5 വർഷത്തെ ഹിസ്റ്ററി ഉണ്ടാവും, പക്ഷെ നമ്മുടെ അടുത്ത് എത്തുമ്പോൾ 5 വർഷം പഴകി. അപ്പോഴത്തേനും ഡിസ്ക് നല്ല പ്രൊലാപ്സായി. ഡിസ്ക് മാത്രമല്ല, ബാക്കി ചോദിക്കുമ്പോഴായിരിക്കും മുട്ടുവേദന ഉണ്ടാവും, പിന്നെ പെരടിവേദന ഉണ്ടാവും, ബാക്കി അസുഖങ്ങൾ അതിന് കൂടുതലുണ്ടാവും അസോസിയേറ്റ് ചെയ്തിട്ട്, കാരണം ഡീജനറേഷൻ വന്നതിൻ്റെ കാരണമായിട്ടുള്ള. പിന്നെ അല്ലാതെ വരുന്ന കേസുകൾ നമുക്ക് ജസ്റ്റ് വീഴ്ച കാരണങ്ങളൊക്കെ ആയിട്ട് വരുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ പെട്ടെന്ന് മാറ്റാനും പറ്റും, അങ്ങനത്തെ ബാക്ക് പെയിൻ കണ്ടീഷൻസ് ഒക്കെ. കാരണം അങ്ങനത്തെ പ്രൊലാപ്സ് ആണെങ്കിലും പിന്നെ പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള പ്രൊലാപ്സ് ഒക്കെ നമുക്ക് ഡീകംപ്രഷൻ മെഷീൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് നല്ല റിസൾട്ടാണ്. അതൊക്കെ നമുക്ക് 2 ആഴ്ച കൊണ്ട് തന്നെ പെട്ടെന്ന് ആൾ ഓടിച്ചാടി നടന്നു പോകും. നമ്മുടെ സ്ട്രക്ചറിൽ വരുന്ന കേസൊക്കെ 2 ആഴ്ച കൊണ്ട് തന്നെ സുഖമായിട്ട് നടന്ന് ഓടി പോകുന്ന കേസസ് ഉണ്ട്, അസുഖം മാറിയിട്ട് ക്ലിയർ ആയി പോകുന്ന കേസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ആയുർവേദത്തിൽ നമുക്ക് അത്രയും നല്ല റിസൾട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ്. പിന്നെ ഡോക്ടർ, അതുപോലെ തന്നെ ഈ നടുവേദന നമ്മുടെ നട്ടെല്ലിനെ ബാധിക്കുന്ന കൂടുതൽ ഗുരുതരമായിട്ടുള്ള ആർത്രൈറ്റിസ് അല്ലെങ്കിൽ അതുപോലുള്ള കുറച്ച് ഈ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ക്യാൻസർ, അത്തരത്തിലുള്ളൊരു രോഗങ്ങളിലേക്ക് ഈ നടുവേദന പോകുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ശരിക്കും നമ്മൾ ഈ രോഗികളെ തിരിച്ചറിയുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ രോഗങ്ങളൊക്കെ വരുന്നത്? നമുക്ക് ആ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്. നമ്മുടെ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള ദർശന സ്പർശന പ്രശ്നൈ പരീക്ഷണിത ച രോഗിണാം എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ രോഗിയെ കണ്ട് ആ ദർശനം, പിന്നെ രോഗിയെ നമ്മൾ ദൂരത്ത് നടന്നു വരുമ്പോൾ തന്നെ നമുക്ക് അയാൾക്ക് എന്താ പ്രോബ്ലം എന്നുള്ളത് നമുക്ക് കണ്ടെത്തണം. അത് നമുക്കൊരു ആയുർവേദത്തിൽ നമുക്ക് അതിനുള്ള ഇതുണ്ട്. നമുക്കൊരു പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് വഴി നമുക്കത് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ സ്പർശനം, നമ്മൾ രോഗി വന്ന് നമ്മൾ കിടത്തി പരിശോധിച്ച് നോക്കുക രോഗിയെ. അപ്പോൾ നമുക്കറിയാൻ പറ്റും എന്തൊക്കെ ഉണ്ട് ആൾക്ക് കംപ്ലയിൻസ് എന്നുള്ളത്. പിന്നെ പ്രശ്ന പരീക്ഷണം ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് പറയുന്നത്. അതായത് നമ്മുടെ രോഗിയുടെ കൂടെ വന്ന ആളുടെ അടുത്തും രോഗിയുടെ അടുത്തും നമ്മൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ആ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് രോഗത്തിനെ പറ്റിയൊരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാവും. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ഫൈൻ ട്യൂണിങ്ങിന് വേണ്ടിയിട്ട്, ആ ഡയഗ്നോസിസിൻ്റെ ഫൈൻ ട്യൂണിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സ്റേയോ അല്ലെങ്കിൽ MRIയോ അതല്ലെങ്കിൽ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ്, ഇപ്പോൾ നമുക്ക് ആർത്രൈറ്റിസിൻ്റെ എന്തെങ്കിലും പ്രൊഫൈൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതറിയാൻ വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നമ്മളതിൻ്റെ കൂട്ടത്തിൽ ചെയ്യണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഏതാണ് അസുഖം എന്ന് കിട്ടി, അത് റീസൺ, അതിൻ്റെ ഇത് കിട്ടി, റീസൺ കിട്ടി, കാരണം കിട്ടി. പിന്നെ നമുക്ക് എളുപ്പമല്ലേ, കാരണത്തെ നമുക്ക് കറക്റ്റായിട്ട് ചികിത്സിച്ചാൽ മതി. ഇപ്പോൾ ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടോ, പ്രൊലാപ്സിൻ്റെ കാരണം മുതൽ നമ്മൾ ചികിത്സിക്കണം. അതാണ് നമുക്ക് ആയുർവേദവും അത് ഇതര ശാസ്ത്രവുമായിട്ടുള്ള നമ്മളുടെ വ്യത്യാസങ്ങൾ. നമുക്ക് ആ കാരണം കൂടി നമ്മൾ ചികിത്സിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് അസുഖം കംപ്ലീറ്റ് ആയിട്ട് വിട്ടു പോകുന്നത്, മറ്റത് വിട്ടു പോകുന്നില്ല. കാരണം അവിടെ കിടക്കില്ലേ, താൽക്കാലികമായിട്ട് ആ പെയിൻ മാത്രം ഒന്ന് സബ്സൈഡ് ചെയ്യുന്നു, എഗെയിൻ ആ പെയിൻ വരുന്നു, പിന്നെ സബ്സൈഡ് ചെയ്യുന്നു, എഗെയിൻ ആ പെയിൻ വരുന്നു. കാരണം അതിൻ്റെ റീസൺ അവിടെ കിടക്കുക, അത് മാറുന്നില്ല. ആ റീസൺ മാറാത്തത്തോളം കാലം ആ രോഗിക്ക് കംപ്ലീറ്റ് ആയിട്ട് അസുഖം മാറുന്നില്ല. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, നമുക്ക് ആ റീസൺ, ആയുർവേദത്തിൽ ആ റീസൺ ഉൾപ്പെടെ നമ്മൾ എന്തുകൊണ്ടാണ് ആ രോഗം വന്നത് ആ കാരണത്തെ ഉൾപ്പെടെ നമ്മൾ ചികിത്സിച്ച് മാറ്റിയാണ്. അപ്പം പിന്നെ രോഗിക്ക് ആ അസുഖം പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അതാണ് നമുക്ക് വിജയം. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ആദ്യം ആ രോഗ കാരണം കണ്ടെത്തുക. ഈ ആയുർവേദത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും കൂടുതൽ കുറച്ചുകൂടി കുറച്ചുകൂടി ഒരു ഇത് കിട്ടുന്നത് നമുക്ക് രോഗിക്കാണ് ഇമ്പോർട്ടൻസ്, രോഗത്തിനല്ല. രോഗിക്കാണ് ഇമ്പോർട്ടൻസ്. രോഗിക്ക് എന്തുകൊണ്ട് നമുക്ക് അത് വന്നു എന്നുള്ളതാണ് ആദ്യത്തെ കാരണം. അത് കണ്ടെത്തി അതിനെ ചികിത്സിച്ച് മാറ്റിയാൽ തന്നെ ഏത് അസുഖം മാറും. ഇതെന്നുള്ളതല്ല ഏത് അസുഖവും, ബാക്ക് പെയിൻ മാത്രമല്ല, എല്ലാ അസുഖത്തിൻ്റെയും അതിൻ്റെ റീസൺ സോൾവ് ചെയ്തോ അസുഖം മാറി. അത് തലവേദനയാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി. പിന്നെ ഡോക്ടർ, ഈ പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ ഇതുപോലുള്ള ബാക്ക് പെയിൻ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു സ്വാഭാവിക പ്രസവാനന്തരം ഉണ്ടാകുന്ന ചില അസുഖങ്ങളാണെന്ന് നമുക്ക് പറയാം. അത്തരം പക്ഷെ ചില ആളുകൾക്കാണെങ്കിലും ആ നടുവേദന കാലാകാലം അത് നിലനിൽക്കുന്നുണ്ട്. അത് എന്താണ്, അത് ഇതുപോലെ മാറ്റിയെടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. കാരണം നമുക്ക് പ്രസവശേഷം പ്രസവരക്ഷകൾ പറയുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് ആയുർവേദത്തിൽ അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രസവരക്ഷ കൃത്യമായിട്ട് പാലിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും സോൾവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അതിന് ഓരോരുത്തർക്കും വേണ്ടത്, അതായത് ഇപ്പം എല്ലാവർക്കും നോർമൽ ഡെലിവറി ആയിക്കൊള്ളണമെന്നില്ല, സിസേറിയനിലേക്ക് വേണ്ട ആവശ്യം ഉണ്ടാവുന്ന അങ്ങനത്തെ കേസുകൾ ഉണ്ടാവാം. അപ്പോൾ സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കുള്ള ട്രീറ്റ്മെൻറ്റ് വേറെയും അതുപോലെ തന്നെ നോർമൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കുള്ള ട്രീറ്റ്മെൻറ്റ് വേറെയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ആ പ്രഗ്നൻസി സമയത്ത് തന്നെ ഒരുപാട് മരുന്നുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് ആയുർവേദത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ്. അത് ആ പ്രഗ്നന്റ് ആവുന്ന സമയം മുതൽ അത് നമ്മൾ അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്തു വരികയാണെങ്കിൽ ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, ബാക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. അതിപ്പോ നോർമൽ ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും അത് കൃത്യമായിട്ട് ചെയ്തു പോകുക വേണം. അപ്പൊ നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. പറ്റൂല്ലേ?
ഓക്കെ ഡോക്ടർ. അപ്പോൾ അതുപോലെ തന്നെ ചിലർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇതുപോലുള്ള ബാക്ക് പെയിൻ ചെറുതായിട്ട് അനുഭവപ്പെടാം. പിന്നെ അവർ റൊട്ടീൻ കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വേദന ചിലർക്ക് കൂടാം, ചിലർക്ക് കുറയാം. അപ്പം അങ്ങനെ ഈ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തുള്ള ഈ ബാക്ക് പെയിനുകളെ ഏത് രീതിയിലാണ് തരംതിരിക്കുന്നത്? അത് നമുക്ക് സാധാരണ പറയുന്നത് എന്താ വെച്ചാൽ നീർക്കെട്ട് വരും. അതായത് രോഗികളിൽ പലർക്കും നീർക്കെട്ട് വരാം. അപ്പം അവർ ചിലപ്പം ജോബ് റിലേറ്റഡ് ആയിരിക്കാം, അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് അവർക്ക് നീർക്കെട്ട് വരും. അപ്പം നമ്മൾ ഇത് കിടക്കുന്ന സമയത്ത്, അതായത് ഉറങ്ങുന്ന സമയത്ത് ആ നീർക്കെട്ട് അവിടെ വന്നിട്ട് നിലനിൽക്കുകയും അത് രാവിലെ എണീക്കുമ്പോൾ അതൊരു ചെറിയ വേദനയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് നമ്മൾ നമ്മുടെ നിത്യ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അത് പതിയെ കുറഞ്ഞു വരും. പക്ഷേ ഈ നീർക്കെട്ടിനെ നമ്മൾ കൃത്യമായിട്ട് അത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. കാരണം അത് പതുക്കെ അത് പിന്നീട് വലിയൊരു വേദനേൻ്റെ കാരണമായിട്ട് മാറാം. അപ്പം അതുകൊണ്ട് അത് കാണുമ്പോൾ തന്നെ, അത് ചെറിയ രീതിയിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറും. അതിന് നമുക്ക് കൂടുതൽ കാലയളവിൻ്റെ ആവശ്യമില്ല. വളരെ കൃത്യമായിട്ട് അത് പെട്ടെന്ന് ചികിത്സിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് അത് ഭേദമാവും ചെയ്യും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അത് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടത്. പലരും അത് ചെയ്യാറില്ല. പലരും ആ ചെറിയ വേദന അത് വെച്ചുകൊണ്ടിരിക്കും, അത് കുഴപ്പമില്ല, അവോയ്ഡ് ചെയ്ത് പോകും. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. അത് കാണുമ്പോൾ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ പൂർണ്ണമായിട്ടും ഭേദമാവും. ഈ നീർക്കെട്ട് വരാൻ കാരണം എന്താണ്? നമ്മളുടെ കിടത്തത്തിന്റെ പൊസിഷൻ പല കാരണങ്ങളാവാം. ഒറ്റ കാരണം നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ചിലപ്പോൾ നമ്മൾ കിടക്കുന്ന ബെഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, പൊസിഷന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. പക്ഷെ ആ കാരണം എന്താണ്, അതായത് ആ നീർക്കെട്ട് വന്നതിന്റെ കാരണം എന്താണ്, അത് മാറ്റുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ട്രീറ്റ്മെന്റും കൂടി ചെയ്യാം. രണ്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറും. അതാണ് കാരണത്തിന്റെ പ്രാധാന്യം പറയുന്നത്. അത് അങ്ങനെ ഉണ്ടാവാനുള്ള ഒരു കാരണം ഉണ്ടാവും. ചിലപ്പോൾ ആ കിടത്തം കൊണ്ട് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് വരുന്നതായിരിക്കാം. അപ്പം അതും കൂടി നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അത് കൃത്യമായിട്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് അത് മാറ്റുക. അതിൻ്റെ ഒപ്പം തന്നെ വേണ്ട ചികിത്സയും കൂടി അതിൻ്റെ ഒപ്പം കൊടുക്കുക. അപ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ കൂടുതലായിട്ടും ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവരും പ്രത്യേകിച്ച് ഈ ബാക്ക് പെയിൻ കൂടുതലായിട്ടും അഭിമുഖീകരിക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ ഈ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ ഒരുപാട് നേരം, അതിന്റെ കാരണം തന്നെയാണ് ഒരുപാട് നേരം ഇരിക്കുന്നു, അത് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ ഇങ്ങനെ ബാക്ക് പെയിൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവരെന്ത് രീതിയിലാണ്, അല്ലെങ്കിൽ ഇടയ്ക്ക് എണീറ്റ് നടക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടാവില്ല? നമ്മൾ തീർച്ചയായും, കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾക്കും ഇരുന്ന് വർക്ക് ചെയ്യാൻ പാടില്ല. ഇരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സിസ്റ്റം, നമുക്ക് അതിനകത്ത് എല്ലാ സർക്കുലേഷൻസ് എല്ലാം നടന്നുകൊണ്ടിരിക്കില്ലേ, ബ്ലഡ് ആൻഡ് ലിംഫിൻ്റെ. അപ്പോൾ ആ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ അതിൻ്റെ പ്രോബ്ലം വരുന്നു. പിന്നെ ഡൈജഷൻ ഇഷ്യൂസ് ഉണ്ടാകുന്നു. കണ്ടിന്യൂസ് ഇരുന്ന് കഴിഞ്ഞാൽ ഡൈജഷൻ പ്രശ്നം വരുന്നു. മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഡൈജഷൻ ഉൾപ്പെടെ ഗ്യാസ് ഒന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമുക്ക് എപ്പോഴും ചലനം ഉണ്ടായിക്കൊണ്ടിരിക്കണം നമ്മുടെ ബോഡിക്ക്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്ന ഒരാൾ, ഇപ്പോൾ ആരാണെങ്കിലും ശരി, ഇപ്പോൾ ഈവൻ ഡോക്ടേഴ്സ് ആണെങ്കിലും ശരി, ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടെ വരുന്നത് ഡോക്ടേഴ്സാണ്. ഈ കേസുമായിട്ട്, ബാക്ക് പെയിൻ കേസുമായിട്ട് നമുക്കിവിടെ ധാരാളം ഡോക്ടേഴ്സ് ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ കാണുന്ന ഒരൊറ്റ ഇഷ്യൂ എന്ന് വെച്ചാൽ അവർ കണ്ടിന്യൂസ് ഇരിക്കുകയാണ്. അപ്പം അവർക്കറിയാം, പക്ഷെ അവരുടെ സാഹചര്യത്തിൽ അങ്ങനെ ഇരുന്ന് പോവുകയാണ്. കാരണം പുറത്ത് ചിലപ്പം 10-30 ടോക്കൺ നിൽക്കുന്നുണ്ടാവും. അപ്പം അന്നേരം അവരെ നമ്മൾ പെട്ടെന്ന് തീർക്കണ്ടേ, കാരണം അവർക്ക് വന്നവർക്ക് പെട്ടെന്ന് പോകണ്ടേ എന്നുള്ളൊരു ആശങ്ക കൊണ്ട് അങ്ങനെ ഇരുന്ന് പോവുകയാണ്. അപ്പോൾ ആരാണെങ്കിലും ശരി, എഞ്ചിനീയേഴ്സ്, ഈ കണ്ടിന്യൂസ്, ഇപ്പോൾ നമ്മൾ ഈ വർക്ക് ഫ്രം ഹോമൊക്കെ വന്നപ്പോൾ ധാരാളം ആൾക്കാർ ഇപ്പോൾ അങ്ങനത്തെ കേസ് കേട്ട് വരുന്നത്, ഈ ബാക്ക് പെയിനായിട്ട് ഇരുന്നിട്ടുള്ള പ്രശ്നം ഉണ്ടായിട്ട്. അപ്പോൾ അത് ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഒരു 1 hour കണ്ടിന്യൂസ് ഇരിക്കാം, അതിൻ്റെ അപ്പുറം ഇരിക്കരുത്. അത് കഴിഞ്ഞിട്ട് എന്ത് വേണമെന്ന് വെച്ചാൽ ഒരു 5 minutes ജസ്റ്റ് ഒന്ന് നീറ്റ് പോയിട്ട് വരിക, ഒന്ന് നടന്നിട്ട് വരിക. നമുക്കത് ബാക്ക് പെയിൻ മാത്രമല്ല, കണ്ണിൻ്റെ പ്രശ്നത്തിന്, കാരണം കണ്ണ് നമ്മൾ ഒരേ സ്ഥലത്തോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന് നമുക്കൊരു എക്സസൈസാണ്. നമുക്കൊന്ന് ജസ്റ്റ് പുറത്തോട്ടൊക്കെ നോക്കി, പിന്നെ നമ്മുടെ മൈൻഡും അതേപോലെ തന്നെ മൈൻഡും ഒന്ന് മാറി കിട്ടുകയാണ് അവിടെ നിന്ന്. നമുക്കത് ബോഡി ബോത്ത് ഫിസിക്കലി ആൻഡ് മെൻ്റലി നമുക്കത് നല്ലതേ ഉള്ളൂ. അപ്പോൾ അത് നീറ്റ് നടക്കുക. പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്ന ആളുകൾ ചെറിയ യോഗ പോലത്തെ സ്ട്രെച്ചിങ്സ് നമ്മുടെ നട്ടലിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇവിടെ ഈ കണ്ടിന്യൂസ് ഇരുന്നിട്ട് ഉള്ള ആൾക്കാർക്ക് നമ്മുടെ അസുഖം മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഡെയിലി രാവിലെ ചെറിയ സ്ട്രെച്ചിങ്സ്, നമ്മൾ യോഗയിലുള്ള സ്ട്രെച്ചിങ്സുകളുണ്ട് ഇഷ്ടംപോലെ. നമുക്ക് അങ്ങനത്തെ ആസനങ്ങളുണ്ട്, ചെറിയ എക്സസൈസസ് ഉണ്ട്, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെയും കൂടി നമ്മൾ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അവരുടെ ബാക്ക് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അത് ബാക്ക് മസിൽസിന് ബലം കുറയുമ്പോഴാണ് നമുക്കത് പിന്നീട് വലിയ ഇഷ്യൂ ഒക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ചെറിയ എക്സസൈസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുഴപ്പമില്ലാതെ പോകും. വേറൊരു കാര്യം ഡോക്ടർ, ഈ അസുഖം ബാക്ക് പെയിൻ ഉള്ള ആളുകൾ അവർ ചിലപ്പം എന്തെങ്കിലും അല്ലറ ചില്ലറ യൂട്യൂബിൽ അവിടെ ഇവിടെയൊക്കെ നോക്കുമ്പോൾ ചില എക്സസൈസുകളൊക്കെ കാണും. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് അവർ എക്സസൈസ് ചെയ്തിട്ട് ചിലപ്പോൾ മാറുമായിരിക്കും എന്നുള്ളൊരു ധാരണയിൽ ചെയ്യുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റായ കാര്യം തന്നെയല്ലേ? 100% തെറ്റാണ്. കാരണം അതിനകത്ത് ഈ
ട്രീറ്റ്മെൻറ്റിലുണ്ട് ഇതിനകത്തൊരു ഫോൾട്ട്. കാരണം നെറ്റിൽ നോക്കിയിട്ട് ഇപ്പോൾ ഈ കൈറോപ്രാക്ടിക്സ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഞാനൊരു കൈറോപ്രാക്ടറാണ് ബേസിക്കലി. അപ്പോൾ കൈറോപ്രാക്ടിക് ട്രീറ്റ്മെൻറ്റിൽ എടുക്കുന്ന കേസുകളിൽ പോലും പലരും പോയിട്ട് എല്ലാവരും പോയിട്ട് എല്ലാത്തിനും ഞെട്ടിക്കുക പൊട്ടിക്കുക എന്നുള്ള കണ്ടീഷനിലോട്ട് ചിന്തിക്കുന്നുണ്ട്. നമുക്കിവിടെ റീസെൻ്റ് അഡ്മിറ്റ് ഉണ്ടായിരുന്നു 2 കേസ്. പിന്നെ ഈ പറഞ്ഞ ഇപ്പോൾ നിലവിലുണ്ട് ഒരു കേസ്, കൈറോപ്രാക്ടിക് ചെയ്തിട്ട് ഒരു കാല് പാരലൈസ്ഡ് ആയിട്ട് മുകളിൽ ആളുണ്ട്. കാരണം അത് ഒരു പിന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറല്ല ചെയ്തിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാളുടെ അടുത്ത് പോയിട്ടാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. കാരണം ക്വാളിഫൈഡ് ആയിട്ട് ഡോക്ടർക്ക് ആകുമ്പോൾ അത് അറിയാൻ പറ്റും. കാരണം ആ വ്യക്തിക്ക് ഈ പറഞ്ഞ കൈറോപ്രാക്ടിക്സ് ചെയ്യാൻ പറ്റുന്നതാണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സസൈസസ് ആ പ്രോപ്പർ എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലാണോ ആ വ്യക്തി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ക്വാളിഫൈഡ് ഡോക്ടർക്ക്. അയാൾക്ക് അതിൻ്റെ അനാട്ടമി ഫിസിയോളജി പഠിച്ചിട്ടാണ് അയാൾ ഡോക്ടറായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്ക് അത് കണ്ടെത്തി അത് മനസ്സിലാക്കിയിട്ട് വേണം അതിനനുസരിച്ചുള്ള എക്സസൈസസ് ആ ബാക്ക് പെയിന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്യാൻ പാടും. കാരണം നല്ല പ്രൊലാപ്സ് ഉണ്ട്, റൂട്ട് കംപ്രഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോബ്ലം കൂടുക ചെയ്യുക. ആ സ്ഥാനത്ത് മൈൽഡ് പ്രൊലാപ്സ് മൈൽഡ് പെയിനൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എക്സസൈസ് ചെയ്യാം. പക്ഷെ അത് ഡോക്ടറൊക്കെ ഉള്ളൂ അത് തിരിച്ചറിയാൻ പറ്റുക. അപ്പോൾ നമ്മൾ പൊട്ടക്കണ്ണം മാവി എറിയുന്ന പോലെ ആയിരിക്കും നമ്മൾ മീൻസ് യൂട്യൂബ് നോക്കി ചെയ്യുമ്പോൾ. ചിലവരത് മാറും, ചിലവരത് ശരിയാവും, ചിലവരത് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായിരിക്കും അതിനകത്ത്. പക്ഷെ അത് കൂടുതൽ രോഗിക്ക് അപകടമാവുകയും ചെയ്യാം. ശരിക്കും അപ്പോൾ ഈ അസുഖം മാറിയതിന് ശേഷം വേണമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം എന്തും ഡോക്ടർ നിർദ്ദേശാനുസരണം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് രോഗിക്ക് ഗുണമേ ഉള്ളൂ. അതല്ലെങ്കിൽ രോഗിക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നമുക്ക് ഈ കൈറോപ്രാക്ടിക്സ് പിന്നെ പ്രോപ്പറായിട്ടുള്ള ആളുടെ അടുത്ത് അല്ലാതെ പോയി ചെയ്തിട്ട് നിലവിൽ ആളോട് അഡ്മിറ്റ് ഉണ്ട്. പിന്നെ ഒരു കാലിന് ബലമില്ലാതായിട്ട് നല്ല കംപ്ലയിൻ്റ് ആണത്. ഞാനും സർജറി പറഞ്ഞിട്ട് ഇപ്പോൾ ആൾ സർജറി ചെയ്യുന്നില്ല പറഞ്ഞിട്ട് നമുക്ക് അഡ്മിറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ റിക്കവറായി ആളിപ്പോൾ ഓക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതിന് മുന്നേ ഒരു കേസ് ഉണ്ടായിരുന്നു ഇതേപോലെ. കുറച്ച് നമ്മുടെ ദൂരത്ത് സ്ഥലമൊന്നും പറയുന്നില്ല, ആളെയും പറയുന്നില്ല, മോശമാക്കാൻ പാടില്ലല്ലോ ആരെയും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരു സ്ഥലത്ത് എനിക്ക് പോയി പിന്നെ ക്വാളിഫൈഡ് ആളൊന്നുമല്ല, ഡോക്ടറല്ല, കൈറോപ്രാക്ടർ എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ട് പോയിട്ടുള്ളതാണ് അയാൾ. അങ്ങനെ പോയി അത് പിന്നെ കാലിന് ബലമില്ല. അപ്പോൾ അയാൾക്ക് 2 ദിവസം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അതൊരാഴ്ച കഴിഞ്ഞ് ശരിയായിക്കോളൂ എന്ന് പറഞ്ഞത്. അതൊരാഴ്ചയൊക്കെ അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് ശരിയാവുന്നില്ല, 2 ആഴ്ച കഴിഞ്ഞ് ശരിയാവുന്നില്ല. പിന്നെ ചെന്ന് പറഞ്ഞു നിങ്ങൾ ഏതാ എവിടെ നിന്ന് വന്നിട്ടില്ലല്ലോ എന്ന്. ഇതാണ് ഉണ്ടായത് അവസ്ഥ. അത് ഇപ്പം എന്നിട്ട് ട്രീറ്റ്മെൻറ്റിനായിരുന്നു ഇവിടെ അഡ്മിറ്റായി മാറി, ക്ലിയറായി, കുഴപ്പമൊന്നുമില്ല. അവർ പിന്നെ ഇപ്പോൾ റിലീഫായി പോയിട്ടുണ്ട്. പിന്നെ എന്നിട്ട് നമുക്കിപ്പോൾ അതൊക്കെ നമുക്കിപ്പം എന്താ പറയുക, നമ്മൾ യൂട്യൂബിൽ പറ്റിയിട്ടുള്ള അബദ്ധങ്ങളല്ലേ അതൊക്കെ. യൂട്യൂബിൽ നോക്കി നമ്മൾ ചെയ്തിട്ട് വരുന്ന അപകടങ്ങളല്ലേ അതൊക്കെ. അപ്പോൾ സ്ട്രെച്ചിങ്സ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ നോക്കിയിട്ട് ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ കറക്റ്റ് റിസൾട്ടും കിട്ടുക. വേറെ അപകടമൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ദയവേത് അങ്ങനെ ചെയ്യാം. ആയുഷ്കാലത്തിൽ ഇനിയൊരു ഇടവേള. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ രാജാസ് ആയുർവേദിക് ഹോസ്പിറ്റൽ, തൃശൂർ റോഡ് എടപ്പാൾ, ഏഴൂർ റോഡ് തിരൂർ. നട്ടെല്ലിനും കഴുത്തിനുമുള്ള ഡിസ്ക് പ്രശ്നങ്ങൾക്ക് സർജറി നിർദ്ദേശിക്കപ്പെട്ടവരാണോ നിങ്ങൾ? സൗന്ദര്യവർദ്ധനവിന് കെമിക്കലുകൾ ഉപയോഗിച്ച് മനസ്സ് മടുത്തവരാണോ നിങ്ങൾ? കഫം, പിത്തം, വാദം, സന്ധിവേദന തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? വിഷമിക്കേണ്ട, ഇതിനെല്ലാം ആയുർവേദത്തിൽ കൃത്യമായ പരിഹാരമുണ്ട്. ഡോക്ടർ രാജാസ് ആയുർവേദിക് ഹോസ്പിറ്റലിലേക്ക് വരൂ. നിങ്ങളുടെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാം. ഗൈനക്കോളജിക്കും കോസ്മെറ്റോളജിക്കും പ്രത്യേക വിഭാഗങ്ങൾ. കോസ്മെറ്റോളജിയിൽ ഡോക്ടർ രാജാസ് മാനുഫാക്ചറിംഗ് വികസിപ്പിച്ചെടുത്ത തീർത്തും ഗുണകരമായ ആയുർവേദ മരുന്നുകൾ ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെന്റ്. ഹെയർ കെയർ, സ്കിൻ കെയർ, ഫേസ് കെയർ, ആയുർവേദിക് ഫേഷ്യൽ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്. ധാര, കിഴി, നസ്യം, ഉഴിച്ചിൽ, ബാക്ക് പെയിൻ, സന്ധിവേദന തുടങ്ങിയവയ്ക്കെല്ലാം കിടത്തി ചികിത്സയും നൽകുന്നു. നിങ്ങളുടെ ആരോഗ്യപരമായ അസ്വസ്ഥതകൾ ഉപേക്ഷിച്ചു പോകാൻ ഒരിടം. ഡോക്ടർ രാജാസ് ആയുർവേദിക് ഹോസ്പിറ്റൽ, തൃശൂർ റോഡ് എടപ്പാൾ, ഏഴൂർ റോഡ് തിരൂർ. ബുക്കിംഗ് നമ്പർ 7470123456. അപ്പോൾ ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഗർഭാശയ അസുഖങ്ങളൊക്കെ ഇതുപോലെ തന്നെ ഈ നടുവേദന ഒരു ലക്ഷണമായിട്ട് വരാം. പലതരത്തിലുള്ള ഗർഭാശയ അസുഖങ്ങൾ. അതുപോലെ തന്നെ ഈ ഞാൻ വേറൊരു സ്ഥലത്ത് കണ്ടതാണ്, ഈ പില്ലോ വെച്ചിട്ട് കിടക്കുന്നത്, തലഭാഗത്തും കാലിൻ്റെ ഭാഗത്തും ഇവിടെയൊക്കെ വെച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്കിതൊരു പരിധിവരെ കുറയും എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പം ഇതൊക്കെ തമ്മിൽ എങ്ങനെയാണ് കണക്റ്റഡ് ആവുന്നത്? അതായത് നമ്മളിപ്പം ഗർഭാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അതായത് ഫൈബ്രോയിഡ്സ് ആവാം, അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻസ് ആയിരിക്കാം. അപ്പോൾ രോഗി വന്നിട്ട് നമ്മളോട് അങ്ങനെ ആവില്ല പറയുക, ലക്ഷണം പറയുക ചിലപ്പോൾ ബാക്ക് പെയിൻ ആയിരിക്കും.
അതായത് വന്നിട്ട് ഇപ്പോൾ രോഗി വന്നിട്ട് പറയും എനിക്ക് കുറച്ച് കാലങ്ങളായിട്ട് നല്ല ബാക്ക് പെയിൻ ആണ് ഡോക്ടറെ എന്നായിരിക്കും പറയുക. അപ്പം നമ്മൾ അതിനെ ചോദിച്ച് അതിൻ്റെ കാരണം എന്താണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് എത്രയും തുടങ്ങിയിട്ട് എങ്ങനെയൊക്കെയാണ് ഈ ബാക്ക് പെയിൻ ഫീൽ ചെയ്യുന്നത്, അപ്പം നമ്മൾ പാൽപ്പേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അത് കൃത്യമായിട്ട് അറിയാൻ പറ്റുക എന്താണ് പ്രോബ്ലം എന്നുള്ളത്. അപ്പോൾ ഈ ബാക്ക് പെയിൻ തന്നെ ചിലപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ കൂടിയതിൻ്റെ ഭാഗമായിട്ട് നീർക്കെട്ട് അവിടെ ബാക്ക് സൈഡിൽ നീർക്കെട്ട് വന്നിട്ട് അവർക്ക് പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടാവാം. ഫ്രണ്ട് സൈഡിലും ഉണ്ടാവാം, ബാക്ക് സൈഡിലും ഉണ്ടാവാം. അപ്പോൾ അത് കൃത്യമായിട്ട് കണ്ടെത്തി അതിനുശേഷം നമ്മളൊരു റൂട്ടീൻ എക്സാമിനേഷൻ യൂറിൻ്റെ കൊടുത്തു വിടും. അപ്പോൾ കറക്റ്റായിട്ട് അവർ തിരിച്ചു വരുമ്പോൾ അതിൽ ഇൻഫെക്ഷനായിട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കും. അങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. അവർ വന്നിട്ട് ചിലപ്പോൾ ബാക്ക് പെയിൻ തന്നെയാവും നമ്മളോട് പറയാം. അതുപോലെ തന്നെ ഈ പീരീഡ്സ് സമയത്ത് പെയിൻ ഉണ്ടാവും, ചില പേഷ്യൻസിന് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അപ്പോഴും അവർ വന്നിട്ട് പറയും പീരീഡ്സ് സമയത്ത് നമുക്ക് നല്ല പെയിനാണ്, ബാക്ക് പെയിൻ ആണ് ഉണ്ടാവുന്നത് എന്ന് പറയും. പക്ഷേ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് അപ്പോൾ വേറെയാണ്. ആ പീരീഡ് സമയത്ത് വരുന്ന ബാക്ക് പെയിനുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഈ ഡിസ്പ്രോലാപ്സിനുള്ള ട്രീറ്റ്മെൻറ്റ് പോലെ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളത് കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് അത് എന്തുകൊണ്ടാണ്, കാരണം എന്താണെന്നുള്ളത് കണ്ടെത്തിയിട്ട് അതിനുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭേദമാവും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പില്ലോൻ്റെ കേസ് പറയുന്നത്, പില്ലോ എല്ലാവർക്കും നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കാരണം അത് യൂട്യൂബിലൊക്കെ അങ്ങനെ കാണുന്നുണ്ടാവാം. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ പോലെ ഡിസ്പ്രോലാപ്സ് കൂടുതലുള്ള കേസുകളിലൊക്കെ അത് ചെയ്ത് കഴിഞ്ഞാൽ പെയിൻ കൂടുകയാണ് ഉണ്ടാവുക. അതുപോലെ കഴുത്തിനും അതെ, നെക്കില് ഡിസ്കിന്റെ ഇഷ്യൂസ് ഉള്ള പേഷ്യൻസ് ഉണ്ടാവും. അവര് ഇതേപോലെ പില്ലോ വെച്ച് കഴിഞ്ഞാൽ ആ ഉള്ള പെയിൻ കൂടി വരികയാണ് ചെയ്യുക. അപ്പൊ അവർക്ക് ആ ബുദ്ധിമുട്ട് കൂടി വരും. അപ്പൊ അതെല്ലാവർക്കും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് പേഷ്യന്റിന്റെ എങ്ങനെയാണ് കേസ് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് മാത്രമേ നമുക്കത് സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഡോക്ടർ, ഈ ഭാരക്കൂടുതലുള്ള ആളുകൾ, കുറച്ച് ഓവർ വെയിറ്റ് ഉള്ള ആളുകളിലും ഇതുപോലെ എന്താ പറയാ ഈ ബാക്ക് പെയിൻ കാണാം. അത് ഭാരക്കൂടുതൽ കൊണ്ടാണോ, അല്ലെങ്കിൽ അതും ഇതുപോലെ എന്തെങ്കിലും ചിലപ്പോൾ കാരണങ്ങളായിട്ട് കൂടുതൽ വരാം? കാരണം എന്താ വെച്ചാൽ ഈ ഒബേസ് കേസുകളിൽ കൂടുതൽ അവർ നിൽക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് ആ വെയിറ്റിന്റെ ബുദ്ധിമുട്ടുകൾ കൂടുതൽ വരുന്നത് മുട്ടിലേക്കും വരാം, അതുപോലെ നട്ടലിന്റെ ഭാഗത്തേക്കും വരാം. അപ്പൊ അവരോട് ആദ്യം പറയുക വെയിറ്റ് റിഡക്ഷൻ തന്നെയാണ്. വെയിറ്റ് റിഡക്ഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കും. കാരണം ആ വെയിറ്റ് കുറച്ചതിന് ശേഷം നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്താലേ അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ നമ്മൾ കുറെ കണ്ടിന്യൂസ് നിൽക്കുന്ന സമയത്തും ഒക്കെ അവർക്ക് പെയിൻ കൂടെ വരും. അതായത് എത്ര ട്രീറ്റ്മെന്റ് ചെയ്താലും പിന്നീട് നമ്മൾ നിൽക്കുന്ന സമയത്ത് ആ വേദന വീണ്ടും വരും. അപ്പോൾ അവർക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ്സ് പറഞ്ഞു കൊടുക്കും. ഒബേസിറ്റി കുറയ്ക്കാനായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആദ്യം സജസ്റ്റ് ചെയ്തിട്ട് അത് കുറച്ചതിന് ശേഷം ബാക്കി ട്രീറ്റ്മെന്റ് ചെയ്യും. അപ്പോൾ അതുപോലെ ഡോക്ടറെ, ഇത് മാത്രമല്ല ഈ യൂട്രസിൽ ക്യാൻസർ ഉള്ള ആളുകൾക്കും ഇതുപോലുള്ള ലക്ഷണങ്ങൾ കണ്ടുവരുന്നുണ്ട്. അതെങ്ങനെയാണ്? അതെ, അത് ഈ പറഞ്ഞ പോലെ തന്നെ ബാക്ക് പെയിൻ ആയിട്ട് തന്നെയാണ് അവർ വരിക. അപ്പം നമ്മൾ എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട് മെൻസസ് നിന്നിട്ട കേസുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ കൂടുതലായിട്ടും ഇങ്ങനത്തത് നമ്മൾ നോക്കണം. പ്രത്യേകിച്ച് ഒരു 45 ഏജ് കഴിഞ്ഞ ആൾക്കാർക്ക്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് 45-50 അവരുള്ള ആൾക്കാർക്ക് നമ്മൾ പ്രത്യേകിച്ചും അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ട് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം. അപ്പോൾ അതിന് നമ്മൾ സ്കാനിങ്ങുകൾ, അബ്ഡോമിനൽ സ്കാനിങ്ങുകളിലൊക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. യൂട്രസിന് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതാണ്. അപ്പോൾ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞിട്ട് വരുന്ന കേസുകളാണെങ്കിൽ കൂടി നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസും ട്രീറ്റ്മെൻറ്റും ഒക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ നോക്കിയിട്ട് പേഷ്യൻസിൻ്റെ അടുത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം അതിനുള്ളത് കൊടുക്കാനായിട്ട്. ചില ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ഉണ്ട്, നമുക്ക് CA-125 പോലത്തെ ടെസ്റ്റുകൾ. ആ ടെസ്റ്റുകളും കൂടി നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ചെയ്ത് നോക്കണം. ഈ ബാക്ക് പെയിൻ മാത്രമല്ലാതെ ഈ യൂട്രസ് ക്യാൻസറിന് ഇതുപോലെ വേറെ എന്തെങ്കിലും ലക്ഷണങ്ങൾ പ്രകടമായിട്ട് പെട്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവാൻ പറ്റും? യൂട്രൈൻ ബ്ലീഡിങ്സ് ഉണ്ടാവും. ബ്ലീഡിങ് ഉണ്ടെങ്കിൽ, കാരണം നമുക്ക് മെനോപോസ്, അതായത് പീരിയഡ്സ് ഒക്കെ നിന്ന് കഴിഞ്ഞ ശേഷവും അവിടുന്ന് ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെയും ബ്ലീഡിങ് കാണുക, പിന്നെ അൺയൂഷ്വൽ ആയിട്ടുള്ള ബ്ലീഡിങ്, നിൽക്കാത്ത ബ്ലീഡിങ് കാണുക, അങ്ങനത്തെ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ബാക്കി ടെസ്റ്റുകൾ നോക്കണം. അപ്പോൾ ബാക്കി ടെസ്റ്റുകൾ നോക്കി അതിന് നമുക്കിപ്പം ഓരോ സിസ്റ്റത്തിലും ഓരോ ലെവലുണ്ട്. നമുക്ക് ആയുർവേദിക് സിസ്റ്റത്തിൽ അത് പറ്റാത്തൊരു കേസാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ അത് ഓങ്കോളജിസ്റ്റ് അടുത്തോട്ട് തന്നെ റെഫർ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ടൈമിൽ ട്രീറ്റ്മെൻറ്റ് അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഓങ്കോളജിയിൽ പിന്നെ അവരത് മാനേജ് ചെയ്തോളൂ. അപ്പോൾ ആ പേഷ്യൻറ്റിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതുകൊണ്ട് ഒരിക്കലും ബാക്ക് പെയിൻ വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ എന്ത് ബാക്ക് പെയിൻ ആണെങ്കിലും അതുകൊണ്ടാണ് പറയുന്നത് നമ്മളത് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്തോണം എന്ന് പറയുന്നത്. പ്രോപ്പർ സ്ഥലത്ത് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തോണം എന്ന് പറയുന്നതാണ്. അതുപോലെ വേറൊരു സംശയം, ഈ ബാക്ക് പെയിൻ ഈ പ്രായമായ ആളുകളിൽ ഇതുപോലെ ബാക്ക് പെയിൻ വരാം. അത് ഇതുപോലെ ഈ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാണോ, അതോ സ്വാഭാവികമായി പ്രായം കൂടുതൽ കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം എന്നുള്ളത്? എല്ലാത്തിനും നമുക്ക് കണ്ടിട്ടുള്ളത് ഡിജനറേഷനാണ്. മീൻസ് പ്രായമാകുമ്പോൾ നമുക്ക് എല്ലുകൾക്ക് വരുന്ന ബലക്ഷയം. അപ്പോൾ ആ ബലക്ഷയത്തെ നമ്മൾ ഓവർകം ചെയ്യാനായിട്ട് ഇപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈവൻ ഭക്ഷണത്തിൽ പോലും നല്ല ഓവറായിട്ടുള്ള ഡയറ്റ് റെസ്ട്രിക്ഷൻ ചെയ്യുകയാണ്. അപ്പോൾ ഓവറായിട്ടുള്ള ഡയറ്റ് റെസ്ട്രിക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ബോഡിക്ക് കിട്ടേണ്ട ന്യൂട്രീഷൻ കിട്ടാതെ വരിക.
പ്രോപ്പറായിട്ട് നമുക്ക് ബോഡിക്ക് കിട്ടേണ്ട ന്യൂട്രീഷൻ കിട്ടാതെ വരുമ്പോൾ ഏജ് ആകുമ്പോൾ നമുക്ക് വരുന്ന ഡിജനറേഷനെ നമുക്ക് അവിടെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റാതെ വരികയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് ചാർട്ട് ഫോളോ ചെയ്യണം. നല്ല ഡയറ്റീഷ്യനോ അല്ലെങ്കിൽ നല്ല ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ ഏജ് ആകുമ്പോൾ അതിനനുസരിച്ചുള്ള ഫുഡ് നമ്മളൊന്നുമില്ല, നമ്മുടെ കാലാകാലങ്ങളായിട്ട് നമ്മുടെ മലയാളികൾ നമ്മുടെ കേരളത്തിൽ അനുവർത്തിച്ചിട്ടുള്ള ആഹാര രീതികളുണ്ടല്ലോ, അത് എക്സലൻ്റാണ്. കാരണം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, നമ്മുടെ ഉച്ചയ്ക്ക് കഴിക്കുന്ന ലഞ്ച്, അതിനകത്തൊക്കെ നമ്മൾ ഓവറായിട്ടുള്ള കഴിക്കൽ കാര്യങ്ങളൊന്നും ഒഴിവാക്കി നാച്ചുറലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചോ ഒരു അസുഖം വരാൻ പോകുന്നില്ല. പിന്നെ ആവശ്യത്തിൻ്റെ രീതിയിൽ ചെറിയ വ്യായാമങ്ങളും ചെയ്യുക, ന്യൂട്രീഷൻസും പ്രോപ്പറായിട്ട് കിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രക്രിയ കറക്റ്റായിട്ട് നടക്കുമ്പോൾ അത് നമ്മുടെ പിന്നെ ധാതു പരിണാമം എന്ന് പറയും ആയുർവേദത്തിൽ. അപ്പോൾ ആ ധാതു പരിണാമം കറക്റ്റായിട്ട് നടക്കുന്ന സമയത്ത് ഈ പറഞ്ഞ അസുഖങ്ങൾ ഒരു പരിധിവരെ വരാതിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. എല്ലാവരും അത് ശ്രദ്ധിക്കുകയും വേണം. ഭക്ഷണ കാര്യത്തിൽ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് എപ്പോഴും നമുക്ക് ഏജായി വരുമ്പോൾ മുട്ട കഴിക്കാൻ പോലും ഇപ്പോൾ ആൾക്കാർക്ക് പേടിയാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ആഴ്ചയിൽ ഒരു 5 മുട്ടയെങ്കിലും ഒരു പ്രായമായ ആൾ കഴിച്ചിരിക്കണം. അത് ആളുടെ ഡൈജഷൻ കണ്ടീഷൻ നോക്കിയിട്ട് ഒരു അത്യാവശ്യം നല്ല ഡൈജഷനൊക്കെ ഉള്ള ആളാണെങ്കിൽ 5 മുട്ടയെങ്കിലും ആഴ്ചയിൽ ധൈര്യമായിട്ട് കഴിച്ചു, ഒരു പേടിയും പേടിക്കേണ്ട, ഒരു കൊളസ്ട്രോളും ഇല്ല. അപ്പോൾ അത് അങ്ങനെ പേടിയാണ്. അതാണ് ഇപ്പൊ ഡോക്ടർ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ശ്രദ്ധിച്ച് ആഹാരം വേണ്ട സമീകൃത ആഹാരം ആളുകൾക്ക് കിട്ടാതെ പോവാണ്. അപ്പോൾ അത് ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഈവൻ ആവശ്യമില്ലാതെ കൊളസ്ട്രോളിന്റെ മരുന്ന് പോലും ഇപ്പോൾ ആൾക്കാർ പേടിച്ചിട്ട് കഴിക്കുകയാണ്. അതൊക്കെ കഴിച്ചിട്ട് ഒന്നും ഭക്ഷണം കഴിക്കണമില്ല, കൊളസ്ട്രോളിന്റെ മരുന്ന് കഴിക്കുകയാണ്. കൊളസ്ട്രോളൊക്കെ ബിലോ വന്നിട്ട് ആൾക്കാർക്ക് പ്രോബ്ലം ആയിട്ട് നമ്മളുടെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നുണ്ട്. ധാരാളം കേസുകൾ അങ്ങനെ വരുന്നുണ്ട്. അത് മുട്ടുവേനൊക്കെ ആയിട്ടാണ് വരുന്നത്. കാരണം ആ പിന്നെ ടാബ്ലറ്റുകളുടെ അത്തരത്തിലുള്ള ടാബ്ലറ്റുകളുടെ ഒക്കെ മീൻസ് നെറ്റിലെടുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൽ കാണുന്നുണ്ട്. ഈവൻ സ്റ്റാറ്റിൻസ് ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ജോയിൻറ്റ് ഡിസോർഡേഴ്സ് വരുന്നത്, ജോയിൻറ്റ് പെയിൻ വരുന്നത്. കാരണം നമ്മുടെ ആയുർവേദ ശാസ്ത്രപ്രകാരം പറയുന്ന മജ്ജ കുറയുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒരു നോർമൽ ലെവലിൽ പോകണം. ഓവറായിട്ടുള്ള കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കണം. അതിനുവേണ്ടി എല്ലാ കണ്ടീഷനിലും കയറിയിട്ട് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കാൻ പാടില്ല. അതൊക്കെ പേടിച്ചിട്ട് പലരും കഴിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഭയക്കേണ്ടതില്ല. പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് ചെയ്യുക, ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ആ ഒരു ഡയറ്റ് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭയവും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ അത്തരം കാര്യങ്ങളിൽ നമുക്ക് ഏജ് ആകുമ്പോൾ ഒരു കംപ്ലൈൻറ്റും വരില്ല. എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ തന്നെ നമുക്കത് ആദ്യം തന്നെ പെട്ടെന്ന് തന്നെ വേണ്ട രീതിയിൽ അത് മാറ്റിയെടുക്കുകയും വേണം. വെച്ചുകൊണ്ടിരുന്ന് കൊളാക്കരുത്. അത്രയേ ഉള്ളൂ. ഡോക്ടറെ, പിന്നെ ഈ എന്താ പറയുക, തൈറോയിഡ് രോഗികളിലും ഇതുപോലെ ഇതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ വരുന്നുണ്ടോ, ഈ ബാക്ക് പെയിനുമായിട്ട്? അതായത് തൈറോയ്ഡ് കൂടുതലുള്ള കേസുകളിൽ അത് ബാക്ക് പെയിൻ മാത്രമല്ല, അവർക്ക് ബാക്കിയുള്ള ജോയിൻസുകളിലും പെയിൻ ഉണ്ടാവാറുണ്ട്. അത് ബാക്ക് പെയിൻ മാത്രമായിട്ടല്ല, കൂടുതലും നീ പെയിൻ ആവാം, അല്ലെങ്കിൽ ഷോൾഡർ പെയിൻ, അങ്ങനെ ഉണ്ടാവാറുണ്ട്. നമുക്ക് അത്തരം കണ്ടീഷനിൽ മെറ്റബോളിക് എറർ വരികയാണ്. മെറ്റബോളിക് എറർ വരുമ്പോൾ നമുക്ക് ഈ ബോഡിയിൽ വേണ്ട ന്യൂട്രീഷൻസ് പ്രോപ്പറായിട്ട് കിട്ടാതെ വന്നിട്ട് അപ്പം എല്ലുകൾക്കൊക്കെ ബലക്ഷയം വന്നിട്ട് എല്ലാ ജോയിൻസിലൊക്കെ നമുക്കത് ബാധിക്കണം. അങ്ങനെയാണ് വരുന്നത്. അപ്പം അത് നമുക്കതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ്, ആയുർവേദത്തിൽ തൈറോയിഡ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെയാണെങ്കിൽ ആയുർവേദത്തിൽ നമുക്ക് നല്ല ട്രീറ്റ്മെൻറ്റിൽ അത് പിന്നെ മരുന്ന് നിർത്താനും പറ്റുന്നുണ്ട്. അതാണ് നമുക്ക് ആയുർവേദത്തിലുള്ള ബെനിഫിറ്റ്. നമ്മളടുത്ത് എത്തുമ്പോൾ അതിന് കുറേ മരുന്നുകൾ കഴിച്ചിട്ടാവും വരുന്നുണ്ടാവും ആളുകൾ. അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അത്തരമുള്ള പേഷ്യൻറ്റ് നമുക്ക് ബുദ്ധിമുട്ട്. പക്ഷേ അവരുടെ കോംപ്ലിക്കേഷൻ നമുക്ക് മാറ്റാം, തൈറോയ്ഡ് മാറ്റാൻ പറ്റത്തില്ല. ആ സ്ഥാനത്ത് ഒരു മരുന്നും കഴിക്കാതെ നമ്മളടുത്ത് എത്തുന്ന കേസാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൈറോയിഡിൻ്റെ മരുന്ന് പ്രോപ്പറായിട്ട് ആയുർവേദം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മരുന്ന് നിർത്താൻ പറ്റുന്നുണ്ട്. കാലകാലം മരുന്നിൻ്റെ ആവശ്യമില്ല. ഇല്ല, അത് ശരിക്കും രോഗികൾക്ക് ഭയങ്കര ഒരു ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. കാലാകാലം മരുന്നൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ അവർ ചെറുപ്പം മുതൽ ഏജ് ആവുന്നവരെ അത്രയും കാലം ഈ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ഡോക്ടർ, അതുപോലെ നമ്മുടെ ഈ ആയുർവേദത്തിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് ശരിക്കും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്, നമുക്ക് കുറച്ചുകൂടി വിശ്വസിക്കാം എന്നുള്ളൊരു തൃപ്തി എല്ലാ രോഗികളിലും ഉണ്ടാകും. അപ്പോൾ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണ് ആയുർവേദത്തിൽ ഈ നടുവേദനയ്ക്കായിട്ടുള്ളത്? ആയുർവേദത്തിൽ നടുവേദനയ്ക്ക് ധാരാളം ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതായത് നമ്മുടെ ക്ലാസിക്കലായിട്ടുള്ള ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് ആയിട്ടുള്ള നമ്മളുടെ പിന്നെ ഉഴിച്ചിൽ, പിന്നെ കിഴികളിൽ തന്നെ നമുക്ക് പിന്നെ ഇലക്കിഴിയുണ്ട്, പിന്നെ രൂക്ഷസ്വേദങ്ങൾ ആയിട്ട് വരുന്ന മണൽക്കിഴി, പിന്നെ അതിൽ ചൂർണ്ണ സ്വേദങ്ങളുണ്ട്. അത് നമുക്ക് പല മെഡിസിൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ കിഴി അങ്ങനെ പറയുന്നുണ്ട്. ഇത് കൂടാതെ പിന്നെ ബസ്തി തന്നെ കഷായ ബസ്തി, സ്നേഹബസ്തി എന്ന് പറയും. അത് നമ്മൾ പിന്നെ എനിമ എന്നുള്ള രീതിയിൽ നമ്മൾ അതിന് ആയുർവേദത്തിലൊരു പ്രൊസീജിയറാണ് ബസ്തി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ പ്രൊസീജിയർ വഴി നമുക്ക് ഒരു പരിധിവരെ പല ഇങ്ങനത്തെ ബാക്ക് പെയിൻ കണ്ടീഷനിൽ അസോസിയേറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കടിബസ്തി എന്ന് പറഞ്ഞാൽ തൈലം നട്ടലിൽ ബീൻസ് ബാക്കിൽ നമ്മൾ ആളെ കമിഴ്ത്തി കിടത്തിയിട്ട് നട്ടലിൽ തളം പോലെ വെച്ചിട്ട് തൈലം നിർത്തി ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ആ തൈലത്തിൻ്റെ എഫക്റ്റ് നമുക്ക് പിന്നെ മീൻസ് ആ പേഷ്യൻറ്റിന് മാക്സിമം കൊടുക്കുക എന്നുള്ള രീതിയിൽ ഉള്ള കടിബസ്തി എന്നുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഇത്തരത്തിലുള്ള ധാരാളം ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് ആയുർവേദത്തിൽ ക്ലാസിക്കലായിട്ടുള്ള ലെവലിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് ക്ലാസിക്കൽ ലെവലിൽ ചെയ്യുന്നത്. പക്ഷേ നമ്മളെ പിന്നെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിൻ്റെ ഒരു
വശവും കൂടി നമ്മൾ ആയുർവേദത്തിലോട്ട് അഡോപ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്തപ്പോൾ അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ചെയ്യുന്നത് അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് ഇതിന് നല്ല റിസൾട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മീൻസ് ഈ പറഞ്ഞ ഒഴിച്ചിൽ കാര്യങ്ങൾ ചെയ്തിട്ട് മാറ്റം വരാത്ത കേസുകളിൽ, അപ്പോൾ അങ്ങനത്തെ കേസുകളിലും കൂടി നമ്മൾ അതിനകത്ത് അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡിസ്ക് ഡീകംപ്രഷൻ തെറാപ്പി എന്ന് പറയുന്ന മെത്തേഡ്സ്, പിന്നെ ട്രാക്ഷൻ മെത്തേഡ്സ്, പിന്നെ ബാക്കിയുള്ള നമ്മുടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മെഷീനറികളുണ്ട്. ഇലക്ട്രോതെറാപ്പീസുള്ള ധാരാളം മെഷീനറികളുണ്ട്. അപ്പോൾ അത് കമ്പൈൻ ചെയ്ത് ആയുർവേദം ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. കാരണം ആ ഒരു പിന്നെ മോഡേൺ എഞ്ചിനീയറിങ്ങിൻ്റെ വൈദഗ്ധ്യവും ആയുർവേദം കൂടി ക്ലബ് ചെയ്ത് ചെയ്യുമ്പോൾ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. കാരണം ആ ഡിജനറേഷൻ കണ്ടീഷനിൽ നമുക്ക് മരുന്ന് ആയുർവേദത്തിലേ ഉള്ളൂ. അതായത് ബലക്ഷയം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ അതായത് നമ്മളുടെ പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം മുതൽ, കാരണം നമുക്കൊരു പേഷ്യൻറ്റിനെ ആദ്യം നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയുണ്ട് വിശപ്പ്, എങ്ങനെയുണ്ട് ശോധന, ആദ്യം ചോദിക്കുന്ന ചോദ്യം അതാണ്. കാരണം വെച്ചാൽ അവിടെ മുതൽ തുടങ്ങുകയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ്. ആ സിസ്റ്റം കംപ്ലീറ്റ് ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം എല്ലിന് എന്തുകൊണ്ട് ബലം കുറഞ്ഞു പോയി എന്നുള്ളതിനെ നമ്മളവിടെ ആ പരാതിയെ നമ്മളവിടെ പരിഹരിക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് ആ രോഗം കംപ്ലീറ്റ് ആയിട്ട് മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, മറ്റത് നമ്മൾ തൽക്കാലത്തേക്ക് ആ നീര് പോകുന്നു, വേദന കുറയുന്നു, പിന്നെയും വരുന്നു, ആ പ്രശ്നം പിന്നെയും വരുന്നു, ആ പ്രശ്നം പിന്നെയും വരുന്നു, ഇങ്ങനെ അത് ആ രോഗി അതുകൊണ്ട് ആ കഷ്ടത്തിലാവുകയും ചെയ്യുന്നത്, അസുഖം കോളാവുകയും ചെയ്യുന്നത്, പഴകുക ചെയ്യുന്നത്. അങ്ങനെ പഴകിയിട്ട് നമ്മുടെ അടുത്ത് വരുന്നത് ആയുർവേദത്തിൽ കൂടുതലും വരുന്നത് ഇപ്പം അങ്ങനെയാണ്. കാരണം പെട്ടെന്ന് വേദന കുറയാൻ വേണ്ടി ആൾക്കാർ പല മാർഗങ്ങളും നോക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ആയുർവേദത്തിലോട്ട് വരുന്നത്. പിന്നെ അങ്ങനെ ഒരു കണക്കിന് നമുക്കത് നല്ലതുമാണ്. കാരണം നമുക്ക് ആയുർവേദം ചെയ്യാനുള്ള ക്ഷമ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉണ്ടാവും. കാരണം എല്ലാ സ്ഥലത്തും പോയി ഇനി രക്ഷയില്ലല്ലോ, അപ്പോൾ ഇനി പറയുന്ന പോലെ ചെയ്യും. നമുക്ക് ആ ടൈം എടുത്ത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു 14 വർഷമായിപ്പോൾ നമ്മൾ എടപ്പാൾ ഈ പി സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തിട്ട് 10,000-ന് മേലെ സർജറി പറഞ്ഞ കേസുകൾ, നട്ടലിൻ്റെ കേസുകൾ നമുക്ക് മാറ്റി കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് അതിൻ്റെ അടുത്തുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് അഡ്മിറ്റുള്ള കേസുകളും എല്ലാം ബാക്ക് പെയിൻ കേസസാണ് കൂടുതൽ വന്നിട്ടുള്ളത്. പിന്നെ അത് നമുക്ക് നല്ല റിസൾട്ട് ആയുർവേദത്തിൽ കൊടുക്കാൻ സാധിക്കുന്നൊരു ഇതാണ്. നമ്മുടെ ഗുരുനാഥൻ ഷൊർണൂർ വിഷ്ണു ആയുർവേദ കോളേജിലത്തെ ഡോക്ടർ രാമേന്ദ്രൻ സാറ്, പിന്നെ അദ്ദേഹം 20 വർഷം ആയിട്ട് ഞാൻ അദ്ദേഹമായിട്ട് ഇതിനു വേണ്ടി നിരന്തരമായിട്ടുള്ള സംസാരത്തിലാണ്. ഈ ബാക്ക് പെയിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ക്യൂറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ്സ്. അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾ അതിന് വേണ്ടി തന്നെ സ്പെഷ്യൽ മെഡിസിൻസും ആയുർവേദത്തിലുള്ള സ്പെഷ്യൽ മെഡിസിൻസും ഞങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അത് പുള്ളിയുടെയും കൂടി ഒരു പിന്നെ ഉപദേശം അനുസരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് നമ്മുടെ പേഷ്യൻസിന് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഇതുപോലുള്ള നടുവേദനയ്ക്ക് എപ്പോഴാണ് ഈ സർജറി ആവശ്യമായിട്ട് വരുന്നത്? നടുവേദനയ്ക്ക് സർജറി നമുക്കിവിടെ വരുന്ന കേസുകളിൽ പിന്നെ 10 പേര് ബാക്ക് പെയിനോട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ 8 പേരും സർജറി പല സ്ഥലത്തുനിന്നും പറഞ്ഞിട്ട് വരുന്ന കേസുകളാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് സർജറി നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അതായത് നമുക്കതിന് നല്ല പിന്നെ ന്യൂറോ സർജന്മാരുണ്ട്, ഓർത്തോ ന്യൂറോ സർജന്മാരുണ്ട്, നമുക്ക് തന്നെ നേരിട്ട് പരിചയമുള്ള ഡോക്ടർമാരുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ കറക്റ്റായിട്ടുള്ള പേഷ്യൻറ്റ് ഡയറക്റ്റ് ചെയ്ത് വിടാറുണ്ട്. അപ്പോൾ അത് വേണ്ടി വരുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെർവ് സ്പൈനൽ കോഡിൽ വരുന്ന കംപ്രഷൻ അത് 100% ജാമായിട്ട് 2 കാലും പാരലൈസ്ഡായിട്ട് വരുന്ന കേസുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് സർജറി നിർബന്ധമായിരിക്കും. അതേ സമയത്ത് തന്നെ കംപ്ലീറ്റ് പിന്നെ ജാമാവാതെയും ഈ പറഞ്ഞ രീതിയിൽ കാലിന് പാരലൈസേഷൻ വരുന്നുണ്ട്, മീൻസ് ബലക്കുറവ് വന്നിട്ട്. അപ്പോൾ അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ലിസ്തസിസ് കേസിൽ ഗ്രേഡ് 1 നമുക്ക് മാറ്റാൻ പറ്റും. ഗ്രേഡ് 2 ലിസ്തസിസ്, അത് നല്ലതായിട്ട് നമുക്ക് ആ എല്ല് മുകളിൽ വരുന്ന നമ്മുടെ സ്പൈനൽ കോഡ് മീൻസ് സ്പൈൻസിന് ആ എല്ല് തെന്നിപ്പോവാം, ഒരു എല്ലും മറ്റേ എല്ലിൻ്റെ മുകളിൽ തെന്നിപ്പോവാം. അത് ഗ്രേഡ് 2 ലെവലിൽ തെന്നിപ്പോയി കഴിഞ്ഞാൽ, ഗ്രേഡ് 2 ആൻഡ് അബോവ് തെന്നിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആയുർവേദത്തിൽ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് ഡിജനറേഷൻ കൂടി ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഡിജനറേഷൻ ഇല്ലാത്ത കേസുകൾ നമുക്ക് നോക്കാം, ഡിജനറേഷൻ കൂടി ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. കാരണം ഏജ് അനുസരിച്ചിട്ടാണത്. ചെറുപ്പം ആൾക്കാർക്കാണെങ്കിൽ നമുക്കത് മാറ്റാൻ പറ്റും. പിന്നെ അല്ലാത്ത കേസുകളിൽ നമ്മൾ സർജറി നിർബന്ധമാണത്. പിന്നെ അപ്പോൾ ആ കണ്ടീഷൻസ് നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മളിപ്പോൾ ഇവിടെയാണെങ്കിൽ തന്നെ നമ്മൾ കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കി നമുക്ക് പറ്റുന്ന കേസേ നമ്മൾ എടുക്കുള്ളൂ. അല്ലാത്ത കേസ് നമ്മൾ റെഫർ ചെയ്ത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, പേഷ്യൻറ്റിൻ്റെ കംഫർട്ട് നമ്മൾ എപ്പോഴും നോക്കുക. പേഷ്യൻറ്റിന് ഏതാണ് നല്ലത് അതാണ് നമ്മൾ കൊടുക്കുക. അത് നമ്മുടെ ശാസ്ത്രത്തിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മുടെ ശാസ്ത്രത്തിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ശാസ്ത്രത്തിൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മളത് ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്യാൻ പറ്റാത്ത കേസുകൾ നമ്മൾ അതേപോലെ തന്നെ റെഫർ ചെയ്ത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗം സർജറികൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് സർജറി ചെയ്യാതെ തന്നെ, ഈ പറഞ്ഞ ആയുർവേദ മെത്തേഡിലൂടെ. അതാണ് നമുക്കുള്ള വിജയം. ബാക്ക് പെയിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളുടെ ഡോക്ടർമാരോട് ചോദിക്കാം. താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ആ QR കോഡിലേക്ക് അയക്കും.
അപ്പോൾ ഡോക്ടർ കുറേ നേരം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, ബാക്ക് പെയിൻ്റെ ഒരുപാട് സംശയങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കാൻ പറ്റി. അപ്പോൾ ഇന്ന് നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഡോക്ടർ രാജാസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ അരുൺരാജും അതുപോലെ ഡോക്ടർ കാർത്തികയാണ്. അപ്പോൾ ഇത്ര നേരം നമ്മുടെ ഈ ആയുഷ്കാലം എപ്പിസോഡിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി. ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ രാജാസ് ആയുർവേദിക് ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, എടപ്പാൾ, ഏഴൂർ റോഡ്, തിരൂർ. നട്ടെല്ലിനും കഴുത്തിനുമുള്ള ഡിസ്ക് പ്രശ്നങ്ങൾക്ക് സർജറി നിർദ്ദേശിക്കപ്പെട്ടവരാണോ നിങ്ങൾ? സൗന്ദര്യവർദ്ധനവിന് കെമിക്കലുകൾ ഉപയോഗിച്ച് മനസ്സ് മടുത്തവരാണോ നിങ്ങൾ? കഫം, പിത്തം, വാദം, സന്ധിവേദന തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? വിഷമിക്കേണ്ട, ഇതിനെല്ലാം ആയുർവേദത്തിൽ കൃത്യമായ പരിഹാരമുണ്ട്. ഡോക്ടർ രാജാസ് ആയുർവേദിക് ഹോസ്പിറ്റലിലേക്ക് വരൂ. നിങ്ങളുടെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാം. ഗൈനക്കോളജിക്കും കോസ്മെറ്റോളജിക്കും പ്രത്യേക വിഭാഗങ്ങൾ. കോസ്മെറ്റോളജിയിൽ ഡോക്ടർ രാജാസ് മാനുഫാക്ചറിംഗ് വികസിപ്പിച്ചെടുത്ത തീർത്തും ഗുണകരമായ ആയുർവേദ മരുന്നുകൾ ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെന്റ്. ഹെയർ കെയർ, സ്കിൻ കെയർ, ഫേസ് കെയർ, ആയുർവേദിക് ഫേഷ്യൽ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്. ധാര, കിഴി, നസ്യം, ഉഴിച്ചിൽ, ബാക്ക് പെയിൻ, സന്ധിവേദന തുടങ്ങിയവയ്ക്കെല്ലാം കിടത്തി ചികിത്സയും നൽകുന്നു. നിങ്ങളുടെ ആരോഗ്യപരമായ അസ്വസ്ഥതകൾ ഉപേക്ഷിച്ചു പോകാൻ ഒരിടം. ഡോക്ടർ രാജാസ് ആയുർവേദിക് ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, എടപ്പാൾ, ഏഴൂർ റോഡ്, തിരൂർ. ബുക്കിംഗ് നമ്പർ 7470123456.